Hi friends, the second part of my video ആണ് അതായത് നമ്മുടെ മേജർ മാത്സ് ഒക്കെ എടുത്തിട്ടുള്ള +2 മാത്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്സാംസിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒരു പാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. കുറച്ചും കൂടെ എക്സാംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പ്രത്യേകിച്ച് +2 മാത്സ് എടുത്ത കുട്ടികൾ ബേസിക്കലി കീം മാത്രമേ എഴുതാറുള്ളൂ. എപ്പോഴേലും വളരെ കുറച്ച് കുട്ടികൾ JEE എഴുതി അത് ക്ലിയർ ആവുന്നുണ്ട്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഈ രണ്ട് എക്സാംസ്, ഭൂരിപക്ഷം കുട്ടികൾ ഈ രണ്ട് എക്സാംസ് മാത്രമേ എഴുതാറുള്ളൂ. ബാക്കി ഇന്ത്യയിൽ ഒട്ടാകെയുള്ള പല എക്സാംസുകളും അവർ മിസ്സാക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ചെറിയ സംക്ഷിപ്തമായൊരു വിവരണം മാത്രമാണ്. അതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. യു വിൽ ഹാവ് ടു എക്സ്പ്ലോർ മോർ ആൻഡ് ഫൈൻഡ് ഔട്ട് about these examinations. These are some of the best institutes in the country which we are missing out. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് എനിക്ക് തോന്നുന്നു IISER വെച്ചിട്ടാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച്. ഇന്ത്യയിൽ തന്നെ 7 ക്യാമ്പസുകളോളമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ ടെസ്റ്റ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IIT ഒരു ഐസറിലേക്ക് മാത്രമല്ല, ഇന്ത്യൻ IIT മദ്രാസ്, IIT ഗുവാഹട്ടിയിൽ BS and MS കോഴ്സുകളുണ്ട്. ബയോളജിക്കൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, IIT മദ്രാസിലെ കെമിസ്ട്രി, പിന്നെ IIT മദ്രാസിലെ തന്നെ പിന്നെ മെഡിക്കൽ സയൻസസ് എന്നൊരു വിഷയം കൂടി അവർ വന്നിട്ടുണ്ട്. അതെല്ലാം IISERലെ IIT ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയുള്ള സ്കോറിങ് വെച്ചാണ് അവരെടുക്കുന്നത്. ഈ മെഡിക്കൽ സയൻസിനും ബയോളജിക്കൽ സയൻസസിനും ബയോളജിയും കൂടെ പഠിച്ചവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മാത്സ് പ്ലസ് ബയോളജി ഉള്ളവർക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിക്കേണ്ട കാര്യം, മാത്സ് പ്ലസ് ബയോളജി പഠിച്ചവർക്ക് മാത്രം. അപ്പം ആ കോമ്പറ്റീഷൻ വളരെ ചുരുങ്ങുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്സ് പ്ലസ് ബയോളജി പഠിച്ചവർക്ക് പറ്റാവുന്ന ഒരു നല്ലൊരു കോഴ്സാണ് BSMS കോഴ്സ്. IIT മദ്രാസിലുമുണ്ട്, IIT ഗുവാഹട്ടിയിലുമുണ്ട്. ഇനി നമ്മൾ പലപ്പോഴും മിസ്സാവുന്ന വലിയൊരു ടെസ്റ്റാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ IMU CAT. IMU CATൽ എന്താ പ്രശ്നം വെച്ചാൽ പലരും അത് അറിയുന്ന പോലുമില്ല, അവർ അപ്ലൈ ചെയ്യുന്ന പോലെ. IMU CAT ഇന്ത്യയിൽ പല ക്യാമ്പസുകളുമുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് എന്ന് പറയുന്നത് വിശാഖപട്ടണത്താണ്. നേവൽ ആർക്കിടെക്ചറിൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസസ് ആണ് വിശാഖപട്ടണത്തുള്ളത്. നോട്ടിക്കൽ സയൻസും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മെർച്ചൻ്റ് നേവിയിലേക്കൊക്കെയുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് IMU. എസ്പെഷ്യലി ജെൻസിന്, ബോയ്സിന് പറ്റിയൊരു ഫീൽഡാണത്. നേവൽ ആർക്കിടെക്ചർ പിന്നെ ജെൻഡർ അഗ്നോസ്റ്റിക് ആണ്, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വർക്ക് ചെയ്യാവുന്ന ഒരു മേഖലയാണെങ്കിൽ കൂടി അതിൽ നമുക്ക് ഒരുപാട് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. നേവൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. ആ കോഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാമെന്ന് കുസാറ്റിൽ ഇന്ത്യയിലെ 1ാമത്തെയോ 2ാമത്തെയോ ബെസ്റ്റ് നേവൽ ആർക്കിടെക്ചർ കോഴ്സ് കുസാറ്റിലാണുള്ളത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് IMUവിലെ നേവൽ ആർക്കിടെക്ചർ കോഴ്സും. സോ അത് കിട്ടാനും എളുപ്പമാണ്. ദ കോമ്പറ്റീഷൻ വിൽ ബി മച്ച് ലെസ്സർ. ഒരു പിന്നെ കുസാറ്റിൽ കിട്ടുന്ന ടോപ്പ് റാങ്കുമാണ് കുസാറ്റിൽ, അത്രയും തന്നെ കോമ്പറ്റീഷൻ അതിനുണ്ടാവില്ല. സോ യു ക്യാൻ ട്രൈ ഔട്ട് ദാറ്റ്. ഇനി ഞാൻ പറയുന്നത് ഒരു പ്യുവർ സയൻസ് റിസർച്ച് ബേസിസ്. ഇപ്പോൾ IISERൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്യുവർ സയൻസ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. BSMS ആണ്. അത് ഒരു പ്ലേസ്മെൻറ്റിനെക്കാളുപരി റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പല വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റീസും ഡയറക്റ്റായിട്ട് PhDക്ക് വേണ്ടി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് തരുന്ന, റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള കാര്യം ഒരു റിസർച്ച് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെയുള്ളത്. വലിയ ഗ്രാൻഡ്സും സ്കോളർഷിപ്സും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് IISER. അതേപോലെ തന്നെയുള്ളതാണ് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ്, IACS, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൾട്ടിവേഷൻ ഓഫ് സയൻസ്. കൊൽക്കത്തയിലെ സ്ഥാപനമാണ്. CV രാമൻ, നൊബേൽ പ്രൈസ് വിന്നർ CV രാമൻ അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള റിസർച്ച് സയൻറ്റിസ്റ്റുകളെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങളുടെ ഒരു ഓറിയൻറ്റേഷൻ റിസർച്ചിലേക്കാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. അതിൽ എൻട്രൻസ് ഇച്ചിരി ടഫാണ്. സീറ്റ്സ് ആർ ലെസ്, ഫീസ് ഓൾസോ ഈസ് വെരി ലെസ്, ബട്ട് ദെൻ യു ഷുഡ് ട്രൈ ദാറ്റ് ഔട്ട്. IACS അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് വരും, പത്രങ്ങളിലൊക്കെ നിങ്ങൾ കാണും. You should apply for that. It is much better than going for a KEAM BTech course. ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ISIയുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെസ്റ്റുകളാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 ഡിഫറെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ISIയുടെ തന്നെ JEE വഴിയുള്ള റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. ISIയുടെ JEE വഴിയുള്ള റിക്രൂട്ട്മെൻറ്റ് അവരെടുക്കുന്നത് BSDS എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. 3 ക്യാമ്പസിലാണ് അതുള്ളത്, ബാംഗ്ലൂർ, കൊൽക്കത്ത. BSDS ഫീസ് ഇച്ചിരി അധികമാണ്. ഏകദേശം 2 ലക്ഷത്തോളം രൂപ വരും ഇയർലി ഫീസ് എന്ന് പറയുന്നത്. അതിന് നമ്പർ ഓഫ് സീറ്റ്സും കൂടുതലാണ്. പക്ഷേ ഡാറ്റ സയൻസ് ഉള്ള കോഴ്സാണ് ബേസിക്കലി. അതുകൊണ്ട്
എമേർജിങ് ഫീൽഡാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഇന്ത്യയുടെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഓൾമോസ്റ്റ് ഈക്വലൻ ടു IIT ആണ്. അതിൽ കയറിപ്പറ്റാൻ എളുപ്പമാണ്. JEE അത്ര വലിയ മാർക്കൊന്നും വേണ്ട. ഇഫ് യു ഹാവ് ഗുഡ് മാർക്സ് ഇൻ JEE ഇൻ മാത്സ് then you can get into BSDS. അതിൽ സെക്കൻഡ് സ്ട്രീം ഉണ്ട്, ദാറ്റ് ഈസ് വെരി ടഫ്. അവരുടെ തന്നെ ടെസ്റ്റാണത്. അത് അവർ ഡയറക്റ്റ് അവരുടെ മാത്സ്, മാത്ത് സ്റ്റാറ്റ് ഈ 2 വിഷയങ്ങളിലേക്കാണ്. എനിക്ക് തോന്നുന്നു മാത്ത് അവർ ബാംഗ്ലൂർ ക്യാമ്പസിലും സ്റ്റാറ്റ് അവർ കൊൽക്കത്ത ക്യാമ്പസിലുമാണെന്ന് തോന്നുന്നു. ബേസിക്കലി അവിടേക്ക് കയറാനാണെങ്കിൽ ഈ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു ഈ ഫെബ്രുവരി മാസത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു ഷുഡ് അപ്ലൈ ഫോർ ദാറ്റ്. അതൊരു ടെസ്റ്റ് ബിറ്റ് ടഫ്, കൂടുതൽ മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓറിയൻറ്റേഷൻ ഉള്ള ടെസ്റ്റ് ആയിരിക്കും. ബട്ട് ദാറ്റ് വിൽ ഗിവ് യു എൻ ഐഡിയ ഇപ്പം എങ്ങനെയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ഡ്രോപ്പ് ദെൻ യു ക്യാൻ ട്രൈ ഫോർ ദാറ്റ്. ഈ ടെസ്റ്റ് നിങ്ങൾ എന്തായാലും നിർബന്ധപൂർവ്വം എഴുതാം. ഇനി ഞാൻ പറയുന്ന കോഴ്സാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ BTech കോഴ്സ്. അത് ബേസിക്കലി JEE അഡ്വാൻസ് വഴിയാണ് അവർ എടുക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ JEE മെയിൻസ് പാസ്സായി JEE അഡ്വാൻസ് പാസ്സായാലേ മാത്രമേ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ ബേസിക്കലി നമുക്ക് പറയാനുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് MHT CET ആണ്. മഹാരാഷ്ട്രയുടെ CET. മഹാരാഷ്ട്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ അവർ 15% സീറ്റുകൾ അവർ പുറത്തുള്ള 85% സീറ്റുകൾ ലോക്കൽസിനും 15% സീറ്റുകൾ അവർ പുറത്തുനിന്ന് എടുക്കും. പുറത്തുനിന്നുള്ള ആൾക്കാർ, അതായത് ആ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ. കേരളത്തിൽ അങ്ങനെയില്ല, അതേസമയം മഹാരാഷ്ട്രയിൽ അങ്ങനെയുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോംബെ എന്ന് പറഞ്ഞൊരു വലിയ മഹാനഗരം കിടക്കുന്നത് കൊണ്ടും മഹാനഗരത്തിലെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ബോംബെ, പൂനെ, അവിടെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇഫ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു അഡ്മിഷൻ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂനെ ഈക്വലൻ ടു IIT ആണ്. അവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടും. അതൊരു ഗവൺമെൻറ് കോളേജാണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂനെ. അവിടെ യു ക്യാൻ ഗെറ്റ് അഡ്മിഷൻ. അതായത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ജസ്റ്റ് MHT CET എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എഴുതിയാൽ മതി. MHT CETയുടെ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് വരും. യു ഷുഡ് നോട്ട് മിസ് ദാറ്റ് ഓൾസോ. JEE വഴിയും അവർ എടുക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നമ്മൾ അവരുടെ പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് യു ക്യാൻ ചൂസ് 2 സ്ട്രീംസ്. JEE സ്ട്രീം ചൂസ് ചെയ്യാം, MHT CET സ്ട്രീമും ചൂസ് ചെയ്യാം. JEE സ്ട്രീമിലാണെങ്കിൽ JEE എഴുതി കിട്ടിയാൽ അതിന് എനിക്കൊന്ന് 96%, 95% ഒക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് അവിടെയുള്ള കോളേജ്, ബോംബെയിലൊക്കെയുള്ള കോളേജ് അഡ്മിഷൻ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ബോംബെയിൽ പഠിക്കാൻ പറ്റും. അതും വളരെ ചെറിയ ഫീസേ അവിടുത്തെ ഗവൺമെൻറ് കോളേജസിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് ബേസിക്കലി ചിലവാകുന്നത് നമ്മുടെ പിന്നെ താമസ സൗകര്യം, അത് ഹോസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ പുറത്ത് താമസിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. പക്ഷേ ബോംബെയിൽ, പൂനെ തുടങ്ങിയ മഹാനഗരങ്ങളിൽ പഠിക്കുകയാണെങ്കിൽ 100% ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോഴത്തെ എക്സ്പ്ലോഡിങ് ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ ബേസിക്കലി ഉള്ളത് കൂടുതലും IT ആണ്. IT ഫീൽഡുകളിൽ ബോംബെ, പൂനെകളിൽ നമുക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി. പൂനെ പ്രത്യേകിച്ചും ഈ മെക്കാനിക്കൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ ഉള്ള നല്ലൊരു ഏരിയയാണ്. കാരണം പൈപ്പിംഗ് എഞ്ചിനീയറിങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് റിസർച്ചും ഒരുപാട് R&D സ്ഥാപനങ്ങളുമുള്ള ഒരു സ്ഥലമാണ് പൂനെ. ഇനി ഞാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി സയൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭുവനേശ്വറിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവരുടെ ടെസ്റ്റാണ്. അവർ 2 ടെസ്റ്റുണ്ട്. ഭുവനേശ്വറിലെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ടെസ്റ്റ് വഴി എടുക്കുന്നുണ്ട്. പ്ലസ് ബോംബെയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ഇൻസ്റ്റിറ്റ്യൂട്ടും ബോംബെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് അവരുടെ സയൻസ് ഡിഗ്രി കൊടുക്കുന്നത്. അവിടേക്കും എടുക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മുടെ IISER ആണ്. ഓൾമോസ്റ്റ് സിമിലർ ടെസ്റ്റാണ്. ബട്ട് ഇവിടെ സീറ്റ് കുറവായതുകൊണ്ട് കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ ആൻഡ് യു വിൽ ഗെറ്റ് എ സ്റ്റൈപ്പൻഡ് ഓൾസോ ഇഫ് യു ഗെറ്റ് ഇൻ ടു ദ ഭുവനേശ്വർ ഇൻസ്റ്റിറ്റ്യൂട്ട്. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് നിങ്ങൾ മറക്കാൻ പാടില്ലാത്തത് നാഷണൽ ഫോറൻസിക് എൻട്രൻസ് ടെസ്റ്റാണ്. നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റി, ബറോഡ, ധാർവാഡ്, അങ്ങനെ ഡൽഹി, അങ്ങനെ കുറച്ച് ക്യാമ്പസസ് ഉണ്ട്. ഭോപ്പാൽ തുടങ്ങിയ ക്യാമ്പസസ് ഉണ്ട് നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിൽ. ഈ നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിൽ ബേസിക്കലി നമ്മൾ സയൻസ് കുട്ടികൾ, ബയോളജി അല്ലാത്ത കുട്ടികൾ നോക്കേണ്ടത് സൈബർ കോഴ്സുകളാണ്. എമർജിങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപാട് പിന്നെ റിസർച്ചും ഒരുപാട് പ്ലേസ്മെൻറ്റ്സും ഉള്ളൊരു സ്ഥലമാണ്. നമ്മുടെ കുട്ടികൾ പലരും JEEയിൽ തന്നെ നോക്കി, JEEയിൽ ഏറ്റവും ലാസ്റ്റ് റാങ്കിലെ കുട്ടികൾക്കാണ് അവരാണ് ഈ നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിലേക്ക് സെലക്ട് ചെയ്ത് പോകുന്നത്. JEE അല്ലാതെ അവർക്ക് തന്നെ ഡയറക്റ്റ് ടെസ്റ്റ് ഉണ്ട്. ഒരു കീം ലെവലുള്ളൊരു ടെസ്റ്റാണ് നാഷണൽ ഫോറൻസിക്കിൽ.
അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് കമ്പ്യൂട്ടർ ഫോറൻസിക്സിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. BTech ആണ് അവിടെ കൊടുക്കുന്നത്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അവിടെ. ബട്ട് അവിടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്റ്റൽസ് കമ്മിയാണ്. അപ്പം യു ഹാവ് ടു സ്റ്റേ ഔട്ട്സൈഡ്. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ധാർവാഡ് എമർജിങ് സ്ഥലമാണ്, അവിടെയൊക്കെ പുറത്തേക്ക് നമുക്ക് നിൽക്കേണ്ടി വരും. അതേ ഉള്ളൂ അതിൻ്റെ ഇഷ്യൂ. ഇനി ആ 2 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മളങ്ങനെ അധികം പറയാറില്ല, പക്ഷെ എന്നാലും 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ ഒരു അമൃത പറഞ്ഞു കഴിഞ്ഞ ഇതിൽ. അപ്പോൾ ഇതിൽ ഞാൻ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടെ പറയുകയാണ്. ഒന്ന് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവർക്ക് ഒരുപാട് ക്യാമ്പസസ് ഉണ്ട്. ചെന്നൈ, വെള്ളൂർ, ഭോപ്പാൽ തുടങ്ങിയ ക്യാമ്പസസ് ഉണ്ട്. പക്ഷേ അവരുടെ വെല്ലൂർ ക്യാമ്പസും ചെന്നൈ ഒരു പരിധി വരെ ചെന്നൈ ക്യാമ്പസും ഒരുപാട് ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാംസ് അവർക്കുണ്ട്. AI, ആർട്ടിഫിഷ്യൽ ഡിസൈൻ, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, അങ്ങനെ പല സ്ട്രീംസ് ഉണ്ട്. അവരുടെ ഫീസ് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും അവരുടെ അക്കാഡമിക്സ് വളരെ ഭംഗിയായി ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതിൻ്റെ എൻട്രൻസ് ഉണ്ട്, രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് അവർ ആ എൻട്രൻസ് നടത്തുന്നതെങ്കിലും അതിൻ്റെ ഒരു മാർക്കിംഗ് സിസ്റ്റവും അത്ര സുതാര്യമല്ല. എങ്ങനെയാണ് അതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം ഒന്നും നമുക്കറിയത്തില്ല. ബട്ട് ബേസിക്കലി അതിൽ കിട്ടുകയാണെങ്കിൽ ഇത് എവരിബഡി ഷുഡ് റൈറ്റ് ദാറ്റ്. കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതായിരിക്കും ചെന്നൈയിലും വെള്ളൂരിലുള്ള അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നത്. ഭോപ്പാൽ പുതിയ സ്ഥലമാണ്, എമർജിങ് ആണ്, അത് നോക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ബട്ട് എവരി വൺ ഷുഡ് റൈറ്റ് VIT, ഓർത്ത് വെച്ചോളൂ, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പിന്നെ മണിപ്പാൽ, നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ കർണാടകയിലെ മംഗളൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവർക്കും 2-3 ക്യാമ്പസ് ഉണ്ട്, ഫരീദാബാദ്, ബാംഗ്ലൂർ, മണിപ്പാൽ. അപ്പോൾ ഈ മണിപ്പാലും ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. ബട്ട് ഫീസ് ഒരു കൺസ്ട്രെയിൻ്റ് അല്ലാത്ത കുട്ടികൾക്ക് യു ക്യാൻ ചെക്ക് ഔട്ട് മണിപ്പാൽ. എൻട്രൻസ് ഇസ് വെരി സിമ്പിൾ, ഓൾമോസ്റ്റ് കീം ലെവലാണ്. ബട്ട് ക്യാമ്പസ് വൈബ് അടിപൊളിയാണ്. യു ക്യാൻ എൻജോയ് ദെയർ മച്ച് ആൻഡ് ഹ്യൂജ് പ്ലേസ്മെൻറ്റ്സ് ഇസ് ദെയർ, എസ്പെഷ്യലി ഫോർ CS. കമ്പ്യൂട്ടർ സയൻസിന് എക്സലൻറ്റ് പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. ഹ്യൂജ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മണിപ്പാൽ. സോ ഇത് രണ്ടും യു ഷുഡ് നോട്ട് മിസ് ഇഫ് ഫീസ് ഇസ് നോട്ട് എ കൺസ്ട്രെയിൻറ്റ് ഫോർ യു. ഇത്രയൊക്കെ തന്നെയാണ് ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ദെൻ അത് വേറൊരു ഡിഫറെൻറ്റ് ഫീൽഡും കൂടെ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 2 ഡിഫറെൻറ്റ് ഫീൽഡ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് BSc B.Ed പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു IIT ടാഗ് വേണം. പഠിക്കാൻ നിങ്ങൾക്ക് IIT-യിൽ കിട്ടണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ആൻ IIT. ബട്ട് നിങ്ങൾക്ക് BTech ആയിരിക്കില്ല പഠിക്കുന്നത്, BSc B.Ed ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. നാഷണൽ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ IIT എന്നാണ് അതിനെ പറയുന്നത്, NCET. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് തന്നെ വരും. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമാണ്. ആൻഡ് ഇഫ് യു ഗെറ്റ് ത്രൂ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു IITs. 3 IIT-കളിൽ നിങ്ങൾക്ക്, ഇന്ത്യയിലെ 3 IIT-കളിൽ. പക്ഷേ BSc B.Ed ആയിരിക്കും പഠിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ തന്നെ IIT-യിൽ തന്നെ യു ക്യാൻ ഗോ ഫോർ ഫർദർ അവരുടെ ഇതിലേക്ക് പോവാം. എമർജിങ് ഫീൽഡാണ്. ബട്ട് പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാറായിട്ടില്ല. എനിക്കൊന്ന് ഫസ്റ്റ് ബാച്ച് പുറത്ത് ഇറങ്ങിയിട്ടില്ല. ബട്ട് ഇഫ് യു വോണ്ട് ആൻ IIT ടാഗ് റാദർ ദാൻ കേരളത്തിലെ ഏതെങ്കിലും ചെറിയ കോളേജിൽ പഠിക്കുന്നതിനേക്കാളും ഏതെങ്കിലും IIT ടാഗ് വേണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെസ്റ്റ്. കോമ്പറ്റീഷൻ വളരെ ലോ ആണ്. യു ക്യാൻ ഗെറ്റ് ഇൻ ടു ആൻ IIT യൂസിങ് ദിസ്. സെക്കൻഡ് എമർജിങ് ഫീൽഡ് എന്ന് പറയുന്നത് ഡിസൈൻ ഫീൽഡാണ്. ഈ ഡിസൈൻ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് സ്റ്റുഡൻസ് പറയും അത് എങ്ങനെയാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പല തരത്തിലുള്ള ഡിസൈൻസാണ് ഉള്ളത്. നമ്മുടെ ഫർണിച്ചർ ഡിസൈൻസ്, ഫാഷൻ ഡിസൈന്, ഡിസൈൻ അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിസൈന്, അങ്ങനെ പല തരത്തിലുള്ള ഡിസൈൻ ആസ്പെക്ട്സ് പഠിപ്പിക്കുന്നത്. അതിന് ബേസിക്കായിട്ട് അവർ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ് ആക്ച്വലി അവർക്ക് വേണ്ടത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് NID ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷമായി ചെയ്യാൻ പറ്റുന്നത്. ദേ കം വെരി ഏർലി. ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരുന്ന അവരുടെയാണ്. NID എന്ന് പറയും, NID ടെസ്റ്റാണ്. ഈ NID ടെസ്റ്റിൽ കൂടെ തന്നെ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പല ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഫുട്വെയർ ഡെവലപ്മെൻറ്റ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, FDDI എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ചെന്നൈയിൽ. എക്സലൻറ്റ് പ്ലേസ്മെൻ്റ് ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ല. ബട്ട് ദേ ഹാവ് എൻ എക്സലൻറ്റ് പ്ലേസ്മെൻറ്റ്. FDDIയുടെ തന്നെ സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്, അതിൽ കൂടെയും അവർ എടുക്കുന്നുണ്ട്. അതിപ്പോഴും ഓപ്പൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. FDDI is a great institute. ചെന്നൈ ഉണ്ട്. അവർക്ക് ഇന്ത്യയിൽ പല ക്യാമ്പസസ് ഉണ്ട്. ബെസ്റ്റ് ക്യാമ്പസ് ഇസ് ഇൻ ചെന്നൈ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇന്ത്യയിൽ പല ക്യാമ്പസും ഉണ്ട്. പക്ഷേ അതിലെ അഡ്മിഷൻസ് വെരി ടഫാണ്. UG അഡ്മിഷൻസ് ഇസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം, ഓൾമോസ്റ്റ് ഇക്വലൻറ്റ് ടു JEE അഡ്വാൻസ്ഡ് എക്സാമാണ്.
എക്സാമിൻ്റെ കട്ടിയിലല്ല, കോമ്പറ്റീഷനിൽ ഇറ്റ് ഈസ് വെരി അതിൽ ഡ്രോയിങ് ഉണ്ട്. നല്ലോണം വരയ്ക്കാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ, മാത്സ് സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് ഇൻ ടു NID. ഹെവി പ്ലേസ്മെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ഹെവി മീൻസ് ഹെവി ബേസിക്കലി ബിക്കോസ് സപ്പോസ് NID-യിൽ 20 സീറ്റ്സ് ഒക്കെയാണ് ഒരു NID-യിൽ ഉണ്ടാവുക. എവറിബഡി ഗെറ്റ് എക്സലൻറ്റ് പ്ലേസ്മെൻറ്റ്സ്, മോസ്റ്റ് ഓഫ് ദം ഔട്ട് ഓഫ് ദ കൺട്രി. വിദേശത്തേക്കുള്ള പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക. ദെൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഒരു ക്യാമ്പസ് ഉണ്ട്, കണ്ണൂരാണ്. അവിടെ 2 സ്ട്രീമുണ്ട്, ഫാഷൻ ടെക്നോളജി സ്ട്രീമും ഉണ്ട്, ഡിസൈൻ സ്ട്രീമും ഉണ്ട്. ഡിസൈൻ ആണ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുക. ഫാഷൻ ടെക്നോളജി സ്ട്രീം ഈസ് ഗുഡ്, ബട്ട് ദെൻ അത് അത്രത്തോളം ഒരു കരിയർ കുറച്ച് ടഫായിരിക്കും. നല്ല കഴിവും നല്ല പിന്നെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നല്ലതുണ്ടെങ്കിൽ മാത്രമാണ് ഫാഷൻ ടെക്നോളജിയിൽ നമുക്ക് ശോഭിക്കാൻ കഴിയുക. It may not be as easy to survive there like if you are taking a computer science. But NIFT-യിൽ ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ തന്നെ ഡിസൈൻ ഉണ്ട്. അതിന് അവർ സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ 2 സ്ട്രീമുണ്ട്. അതിൽ ഒരു സ്ട്രീം ഡിസൈനാണ്, ഒരു സ്ട്രീം ഫാഷൻ ടെക്നോളജിയാണ്. അവരുടെ തന്നെ ടെസ്റ്റാണ് അവർ നടത്തുന്നത്. അതിൽ പ്രിലിംസ് പാസ്സാവുന്നവർക്ക് NIFT-യിൽ കിട്ടും. പ്രിലിംസ് തോൽക്കുന്നവർ NIFT-ൽ കിട്ടും. ഈ പ്രിലിംസ് പാസ്സായി സെക്കൻഡ് റൗണ്ട് പാസ്സാവുന്നവർ, സെക്കൻഡ് റൗണ്ടും ഉണ്ട്. ആ സെക്കൻഡ് റൗണ്ട് പാസ്സാവുന്നവരിൽ നിന്ന് ഇൻ്റർവ്യൂ വഴി എടുക്കുന്നതാണ് ഡിസൈൻ. അപ്പോൾ ഡിസൈൻ അത് ട്രമെൻഡസ് പ്ലേസ്മെൻ്റ് ഒക്കെയുള്ള അടിപൊളി കോഴ്സാണ്. സോ യു ഷുഡ് ട്രൈ ദാറ്റ് ഓൾസോ. ഇത്രയൊക്കെ തന്നെയാണ്. കേരളത്തിലുണ്ട്. അതായത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ UCED എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് IIT-കളിൽ ഡിസൈൻ UG ഡിസൈൻ പഠിപ്പിക്കുന്ന UCED ടെസ്റ്റ് നിങ്ങളെല്ലാവരും ഈ മാത്സ് ബാക്ക്ഗ്രൗണ്ടുള്ള, വരയ്ക്കാൻ അറിയുന്ന, ഡിസൈൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ എഴുതാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതും ഇറ്റ്സ് ഓൾസോ ടഫ്, ബട്ട് യു ക്യാൻ ട്രൈ. UCED-ൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. എനിക്കൊന്ന് ഞാൻ പറഞ്ഞു ഈ ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സസ് ഈ ഏറ്റവും ആദ്യം വരുന്നത് നവംബർ ഡിസംബറോടുകൂടി അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും വന്ന് കഴിയുന്ന ഒരു ഇതാണ്. ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് എങ്കിലും ശ്രദ്ധിക്കുക. ഈ കോഴ്സുകളിൽ ഞാൻ ഏകദേശം ഒരു 30ഓളം കോഴ്സുകളെ ടെസ്റ്റുകളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലും നമുക്ക് ഇതല്ലാതെ തന്നെ കുറച്ച് 2-3 ടെസ്റ്റുകളുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ചവറ, അങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ദാറ്റ് ഓൾസോ യു ക്യാൻ എക്സ്പ്ലോർ. അപ്പോൾ ദീസ് ആർ 30. ഞാൻ 30 പറഞ്ഞു എന്നാണ് വിഷയം. 2 പിന്നെ വീഡിയോകളിലായി 30ഓളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ എഴുതണം, മിസ്സാക്കരുത്. കീം മാത്രമായി നമ്മൾ ചുരുങ്ങിപ്പോരുത്. കേരളത്തിലെ കുട്ടികളുടെ പ്രശ്നം വെച്ചാൽ അവർ കീം മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. കീം കിട്ടാതാകുമ്പോൾ നേരെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഏതെങ്കിലും കോളേജിലേക്ക് പോകുന്നു. അങ്ങനെ പോകാതെ നമ്മൾ ഈ ബേസിക്കായിട്ട് ഇന്ത്യയിലെ നാഷണൽ ഇമ്പോർട്ടൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ. ഈ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ ഗുഡ് അലുമിനി നെറ്റ്വർക്ക്, യു വിൽ ഹാവ് എ ഗ്രേറ്റർ നിങ്ങൾ കരിയറിൽ മുന്നോട്ട് പോകുമ്പോൾ യു വിൽ സീ ദാറ്റ് യു വിൽ ഹാവ് ഗ്രേറ്റ് പീപ്പിൾ നോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് കം ഔട്ട് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സപ്പോർട്ടിങ്. നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് മെക്കാനിസം കിട്ടും ഇങ്ങനെയുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചാൽ. ഇപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ കൂടിയും അവർക്ക് നല്ല ടോപ്പ്, അമൃത ഫോർ എക്സാമ്പിൾ, അമൃത ഇസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ, മണിപ്പാൽ ഇസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ, VIT വെല്ലൂർ ഇസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ. അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. പക്ഷെ എന്നാലും സപ്പോർട്ട് സിസ്റ്റം, അലുമിനിയും, നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും അവിടെ നിന്നായിരിക്കും, നിങ്ങളുടെ സീനിയേഴ്സ് അവിടെ നിന്നായിരിക്കും. ഇപ്പോൾ FDDI എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരും കേട്ടിട്ടാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബട്ട് വെൻ യു ആർ ഇൻ ടു എ ഡിസൈൻ ഫീൽഡ് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം FDI സീനിയേഴ്സ് ആയിരിക്കും. ലെഗസിയുള്ള യൂണിവേഴ്സിറ്റീസാണ്. ലെഗസിയുള്ള നമ്മൾ വിട്ടുകളയുന്ന ഒരു ടെസ്റ്റുകളാണ് ലെഗസിയുള്ള. IACS ഇന്ത്യയിലെ ടോപ്പ് റിസർച്ചേഴ്സ് വരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സയൻറ്റിഫിക് സ്ഥാപനങ്ങളിൽ എല്ലാ ടോപ്പ് റിസർച്ചേഴ്സും IACS എന്നാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സയൻറ്റിഫിക് ഓഫീസേഴ്സിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടോപ്പ് സയൻറ്റിസ്റ്റ് എല്ലാം ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ എല്ലാം IACS എന്നാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻസ് ആരും കേട്ടിട്ടില്ല. കേരളത്തിലെ കുട്ടികൾ ആരും എഴുതത്ത് പോലുമില്ല. സോ ഇങ്ങനെയുള്ള ഒരു 30 കോളേജസിനേക്കും അവരുടെ എൻട്രൻസിനെ കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ യു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ആദ്യമായി കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും എക്സാംസ് പുതുതായിട്ട് വരുമ്പോൾ ഐ വിൽ കം അപ്പ് അതിനെക്കുറിച്ചുള്ള ചെറിയ എക്സ്പ്ലനേഷൻസ്, വളരെ ബോറടിപ്പിക്കാതെ ചെറിയ എക്സ്പ്ലനേഷൻസ് എഴുതാൻ. താങ്ക് യു സോ മച്ച്.